1/2 പ്ലസ് 1/2² പ്ലസ് 1/2 ക്യൂബിൻ്റെ ദശാംശ രൂപം എഴുതുക. നമ്മൾ 1/2 അതേപോലെ ഇട്ടു, പ്ലസ് 1/2 4, 1/4 പ്ലസ് 1/2 ക്യൂബ് 8. അപ്പോൾ നമുക്ക് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 എന്ന് കിട്ടി. ഇത് നമ്മൾ കൂട്ടാൻ പറ്റില്ല, കാരണം ഛേദങ്ങൾ 2, 4, 8 വ്യത്യസ്തമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ 2നെ വേണമെങ്കിൽ 8 ആക്കാം, 4നെ വേണമെങ്കിൽ 8 ആക്കാം. അപ്പോൾ നമുക്ക് 2നെ എങ്ങനെ 8 ആവുക, 4 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. 2 8 ആവാൻ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഈ ഭിന്നസംഖ്യ എഴുതുക 1/2, എന്നിട്ട് 4/4 കൊണ്ട് ഗുണിക്കുക. കാരണം ഛേദത്തിനെ മാത്രം ഗുണിക്കാൻ പാടില്ല, നമ്മൾ ഛേദത്തെ ഗുണിക്കുമ്പോൾ ഒപ്പം അംശത്തിനെ ഗുണിക്കണം. അപ്പോൾ 1/2 ഇട്ടിട്ടു ഇൻറ്റു 4/4 ഇട്ടു, പ്ലസ് അതുപോലെ 1/4 ഇട്ടിട്ട് ഈ 4 എങ്ങനെ 8 ആവുക, 4 8 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം, 4 8 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 കൊണ്ട് മുകളിലും താഴെ ഗുണിക്കുക. 1/4 ഇൻറ്റു 2/2 പ്ലസ് ഇത് നമ്മൾ മാറ്റണ്ട, 1/8 അതുപോലെ ഇട്ടു. ഇനി ഇത് നമ്മൾ ഗുണിക്കുക, ഏത് 1/2 ഇൻറ്റു 4/4, 1 4 4/24 8 പ്ലസ് അതുപോലെ ഇത് ഗുണിക്കുക 1/4 ഇൻറ്റു 2/2, 1 2 2/24 8 പ്ലസ് ഈ 1/8 അതുപോലെ ഇട്ടു. ഇപ്പോൾ ഛേദങ്ങളെല്ലാം തുല്യമായി 8. അപ്പോൾ നമ്മൾ അംശങ്ങൾ കൂട്ടിയാൽ മതി. 4 പ്ലസ് 2 പ്ലസ് 1 പൊതുവായ ഛേദമായി 8 ഇടുന്നു. ഇത് കൂട്ടുമ്പോൾ 4 2 6 1 7/8. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 7നെ 8 കൊണ്ട് ഹരിക്കണം. അതിനായിട്ട് നമുക്കൊരു എളുപ്പ വഴി ചെയ്യാം. ഈ 8നെ 125 കൊണ്ട് ഗുണിച്ച് 1000 ആവും. 8നെ 125 കൊണ്ട് ഗുണിച്ച് 1000 ആവും. അപ്പോൾ നമ്മൾ അംശത്തെയും ഛേദത്തെയും 125 കൊണ്ട് ഗുണിക്കുക. 7/8 ഇൻറ്റു 125/125. 7 കൊണ്ട് 125നെ ഗുണിച്ചാൽ 875 കിട്ടും. 7 ഇൻറ്റു 125 875 8 കൊണ്ട് 125നെ ഗുണിച്ചാൽ 1000 വരും. 8 ഇൻറ്റു 125 1000. ഇനി നമുക്ക് 1000 കൊണ്ടുള്ള ഹരണം എളുപ്പമാണ്. 1000 കൊണ്ട് 10 100 1000 ഇങ്ങനെ 1ഉം 0ഉം മാത്രം വരുന്ന സംഖ്യകൾ കൊണ്ടുള്ള ഹരണം എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഈ 8നെ 125 കൊണ്ട് ഗുണിച്ചിട്ട് 1000 ആക്കി. എന്താ 1000 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പ വഴി? 1000ൽ 3 പൂജ്യമാണ്. അപ്പോൾ 3 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കിയാൽ മതി. 1000ൽ 3 പൂജ്യമാണ്, അതുകൊണ്ട് 1000 കൊണ്ട് ഹരിക്കുമ്പോൾ അംശത്തിൽ എന്ത് ചെയ്യണം, 3 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക. അപ്പോൾ 1 2 3 ദശാംശം ഈ അറ്റത്തിടുക. ഉത്തരം 0.875.